ലെസൺ ഇംഗ്ലീഷിൽ സെന്റൻസസ് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് വേർഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വേർഡ്സ് ഉപയോഗിച്ച് സെന്റൻസസ് നിർമ്മിക്കാനും കഴിയണ്ടേ? അതിനാവശ്യമായ ടിപ്സ് ആണ് ഇന്നത്തെ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളത്തിൽ നിന്ന് സെന്റൻസസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മിസ്റ്റേക്സ് വരാറുണ്ട്. അതിനൊരു പ്രധാന കാരണം മലയാളത്തിലെ വേർഡ് ഓർഡർ അല്ല ഇംഗ്ലീഷിലെ സെന്റൻസസിനുള്ളത് എന്നാണ്. ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതായത് ഇംഗ്ലീഷിൽ സബ്ജക്റ്റിന് ശേഷം വരുന്നത് വെർബാണ്. വെർബ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ആക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഓക്സിലറി ഈസ്, ആം, ആർ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കായിരിക്കാം. അതിനുശേഷമാണ്, വെർബിന് ശേഷമാണ് ഒബ്ജക്റ്റ് വരുന്നത് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ പക്ഷെ അങ്ങനെയല്ല. മലയാളത്തിൽ സബ്ജക്റ്റിന് ശേഷമാണ് ഒബ്ജക്റ്റ് വരുന്നത്, അതിനുശേഷമാണ് വെർബ് വരുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് ഒരു സെന്റൻസ് ആരെ കുറിച്ചാണോ അതാണ് സബ്ജക്റ്റ്. ഇപ്പൊ ഈ സെന്റൻസ് തന്നെ നോക്കൂ. ആലീസ് ഈസ് എ ഡോക്ടർ. ഈ സെന്റൻസ് ആരെ കുറിച്ചാണ്? ഇത് ആലീസിനെ കുറിച്ചാണല്ലേ. അപ്പൊ ആലീസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി സബ്ജക്റ്റിന്റെ മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നത് ആരോ ആ വ്യക്തിയാണ് സബ്ജക്റ്റ് എന്നുള്ളതാണ്. അതായത് ആ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ ആരാണോ പെർഫോം ചെയ്യുന്നത് ആ ആളാണ് സബ്ജക്റ്റ്. ഈ സെന്റൻസ് ഒന്ന് നോക്കൂ. രാഹുൽ റൈറ്റ് സ്റ്റോറീസ്. ഇതിനർത്ഥം രാഹുൽ കഥകൾ എഴുതുന്നു, അല്ലെങ്കിൽ രാഹുൽ കഥകൾ എഴുതും എന്നാണ്. ഇവിടെ എഴുതുക എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? രാഹുൽ ആണ് അല്ലേ. അപ്പൊ രാഹുൽ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ ഈ സെന്റൻസിന്റെ വേർഡ് ഓർഡർ എന്ന് പറയുന്ന സബ്ജക്റ്റായ രാഹുൽ ആദ്യം വന്നു, എഴുതുക എന്ന പ്രവൃത്തി റൈറ്റ്സ് എന്ന് പറയുന്ന ആ വെർബ് രണ്ടാമത് വന്നു, അതിനുശേഷം എന്താണ് എഴുതുന്നത്? സ്റ്റോറീസ്, അത് അവസാനം വന്നു. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും സബ്ജക്റ്റ് എപ്പോഴും സെന്റൻസിന്റെ ആദ്യം തന്നെ വരും. പക്ഷേ മലയാളത്തിൽ നമുക്ക് സബ്ജക്റ്റിന് ശേഷം വരുന്നത് ഒബ്ജക്റ്റ് ആണ്. അതായത് മലയാളത്തിൽ നമ്മൾ അതിനെ കർമ്മം എന്ന് പറയും, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കർത്താവ്. അപ്പൊ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും സബ്ജക്റ്റ് ആദ്യം വരും, മലയാളത്തിൽ അതിനുശേഷം കർമ്മം അതായത് ഒബ്ജക്റ്റ് ആണ് വരുന്നത്, അതിനുശേഷമാണ് വെർബ് അഥവാ ക്രിയ വരുന്നത്. ഈ സെന്റൻസ് നോക്കൂ. ഞാൻ രാജുവിനെ കണ്ടു. ഇവിടുത്തെ സബ്ജക്റ്റ് ഞാൻ ആണ്, അത് ഈ സെന്റൻസിന്റെ ആദ്യം വന്നിട്ടുണ്ട്. ആരെയാണ് കണ്ടത്? രാജുവിനെ. അപ്പൊ രാജു ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അഥവാ കർമ്മം. പിന്നെ എന്താ വരുന്നത്? കണ്ടു, അതാണ് ഇവിടുത്തെ പ്രവൃത്തി അഥവാ ക്രിയ. അപ്പൊ മലയാളത്തിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് കർത്താവ് പ്ലസ് കർമ്മം പ്ലസ് ക്രിയയാണ്. അതായത് സബ്ജക്ട് പ്ലസ് ഒബ്ജക്ട് പ്ലസ് വെർബാണ്. ഇനി ഇതേ സെന്റൻസ് തന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ വരുന്ന വേർഡ് ഓർഡറിൽ വരുന്ന ഡിഫറൻസ് നോക്കൂ. ഐ സോ രാജു. ഞാൻ രാജുവിനെ കണ്ടു എന്ന മലയാളം വാചകം ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐ രാജു സോ എന്നല്ല, ഐ സോ രാജു എന്നാണ്. ഇവിടെ സബ്ജക്റ്റ് ആയ ഐ ആദ്യം വന്നു, അതിനുശേഷം വെർബായ സോ. സി എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് സോ. കണ്ടു. സി എന്ന് പറയുമ്പോൾ കാണുക, സോ എന്ന് പറയുമ്പോൾ കണ്ടു. അതിനുശേഷം ആരെയാ കണ്ടത്? രാജുവിനെയാണ് കണ്ടത്. പക്ഷെ രാജുവിനെ ആണെന്ന് പറയാൻ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പ്രത്യേക രൂപങ്ങളുണ്ടോ? നൗണിന് ഇല്ല. നമ്മൾ രാജുവിനെ കണ്ടു എന്ന് പറയുന്നതിനും രാജു എന്നെ കണ്ടു എന്ന് പറയുന്നതിനും എല്ലാം നമ്മൾ രാജു എന്ന് തന്നെയാണ് ഉപയോഗിക്കുക ഇംഗ്ലീഷിൽ. ഐ സോ രാജു. മലയാളത്തിലാവുമ്പോൾ ഞാൻ രാജുവിനെ കണ്ടു എന്ന് പറയും, ഇംഗ്ലീഷിൽ അത് ഐ സോ രാജു ആണ്. അതായത് നൗൺസിന് ഇങ്ങനെ രൂപങ്ങളൊന്നും തന്നെ മാറുന്നില്ല. ഇപ്പൊ രാജു എന്നെ കണ്ടു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്ത് പറയും? രാജു സോ മീ എന്ന് പറയും. സബ്ജക്റ്റ് ആവുമ്പോഴും ഒബ്ജക്റ്റ് ആവുമ്പോഴും രാജു എന്ന് പറയുന്ന നൗണിന് ഒരു ഡിഫറൻസും വരുന്നില്ല. പക്ഷെ പ്രൊനൗൺസിന്റെ കാര്യം അങ്ങനെയല്ല. പ്രൊനൗൺസിന് സബ്ജക്ട് ഫോംസും ഉണ്ട്, ഒബ്ജക്ട് ഫോംസും ഉണ്ട്. ഈ സെന്റൻസ് തന്നെ നോക്കൂ. ഞാൻ അവനെ കണ്ടു. ഇനി നമ്മൾ ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെയാ കിട്ടുക? ഐ സോ ഹിം. അപ്പൊ ഇവിടെ അവനെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഐ സോ ഹി എന്നല്ല പറയുന്നത്, അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹിം ആണ്. അതായത് നമ്മൾ രാജുവിന്റെ കാര്യം പറയുമ്പോൾ രാജു സബ്ജക്റ്റ് ആയാലും രാജു ഒബ്ജക്റ്റ് ആയാലും രാജു രാജു തന്നെയാണ്. പക്ഷേ പ്രൊനൗൺ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയി വരുന്ന സാഹചര്യങ്ങളിൽ അവയ്ക്ക് വേറെ വേറെ ഫോംസ് ഉണ്ട്. നൗൺസിന് ഒരു ഫോമേ ഉള്ളൂ എങ്കിൽ പ്രൊനൗൺസിന് പല രൂപങ്ങളുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അവനെ എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹിം ആണ്. ഇനി അവളെ എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഹെർ ആണ്. ഞാൻ അവരെ കണ്ടു എന്നാണ് പറയേണ്ടതെങ്കിലോ അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക? ദം ആണ്. ഹിം എന്ന് പറയുന്നത് ഹി എന്ന് പറയുന്ന പ്രൊനൗണിന്റെ ഒബ്ജക്ട് ഫോം ആണ്. അതുപോലെ തന്നെ ഹെർ എന്ന് പറയുന്നത് ഷീ എന്ന് പറയുന്ന പ്രൊനൗണിന്റെ ഒബ്ജക്ട് ഫോം ആണ്. ദം എന്ന് പറയുന്നത് ദേ എന്ന് പറയുന്ന പ്രൊനൗണിന്റെ ഒബ്ജക്ട് ഫോം ആണ്. മീ എന്ന് പറയുന്നത് ഐ എന്ന പ്രൊനൗണിന്റെ ഒബ്ജക്ട് ഫോം ആണ്. നമുക്ക് ഈ ഫോംസ് എല്ലാം ഒന്ന് നോക്കാം. അതുപോലെ തന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാളത്തിൽ നമുക്ക് പ്രൊനൗൺസിന് പല രൂപങ്ങളുണ്ട്. ഞാൻ എന്ന് നമ്മൾ പറയും, എനിക്ക് എന്ന് നമ്മൾ പറയും, എന്നോട് എന്ന് നമ്മൾ പറയും, എന്നെ എന്ന് പറയും അല്ലെ. ഇംഗ്ലീഷിൽ ഇങ്ങനെ അധികം ഫോംസ് ഇല്ല. ഞാൻ, എനിക്ക്, ഇത് രണ്ടിനും നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഐ ആണ്. ഐ ലൈക്ക് ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണ് എന്നാണ്. അപ്പൊ എനിക്ക് എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ ഉപയോഗിച്ചത് ഐ ആണ്. അതുപോലെ തന്നെ യു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നീ അല്ലെങ്കിൽ നിനക്ക് എന്നാവും. ഹി എന്ന് പറയുമ്പോൾ അവൻ അല്ലെങ്കിൽ അവന്. ഈ രണ്ട് മീനിങ്ങിനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഹി ആണ്. ഷീ എന്ന് പറയുമ്പോൾ അവൾ അല്ലെങ്കിൽ അവൾക്ക്. അതുപോലെ തന്നെ വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക്. ദേ
അവർ അല്ലെങ്കിൽ അവർക്ക്. ഇതിന് രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫോം, ഈ സബ്ജക്റ്റ് ഫോം തന്നെയാണ് ഈ രണ്ട് മീനിങ്ങിലും നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി പ്രൊനൗൺസിന്റെ ഒബ്ജക്റ്റ് ഫോം നമുക്ക് നോക്കാം. എന്നെ അല്ലെങ്കിൽ എന്നോട് എന്ന് പറയാൻ നമ്മൾ മീ എന്ന് പറയും. നിന്നെ അല്ലെങ്കിൽ നിന്നോട് എന്ന് പറയാൻ യു പറയും. യു എന്ന് പറയുന്ന പ്രൊനൗണിന്റെ ഒരു പ്രത്യേകത അതിന്റെ സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും എല്ലാം യു തന്നെയാണ് എന്നുള്ളതാണ്. ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളോട് എന്ന് പറയാൻ നമ്മൾ വി എന്ന് പറയും. അവനെ അല്ലെങ്കിൽ അവനോട് എന്ന് പറയാൻ നമ്മൾ ഹിം ഉപയോഗിക്കും. അവളെ അല്ലെങ്കിൽ അവളോട് എന്ന് പറയാൻ ഹെർ ഉപയോഗിക്കും. അവരെ അല്ലെങ്കിൽ അവരോട് എന്ന് പറയാൻ ദം ഉപയോഗിക്കും. പ്രൊനൗൺസിന്റെ ഈ സബ്ജക്റ്റ് ഫോംസും ഒബ്ജക്റ്റ് ഫോംസും നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് തെറ്റുകൂടാതെ സെന്റൻസസ് ഉണ്ടാക്കാൻ സാധിക്കൂ. ഇനി ഞാൻ കുറച്ചുകൂടി മലയാളം സെന്റൻസസ് പറയാം, എന്നിട്ട് അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. എനിക്ക് അവരെ ഇഷ്ടമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? എനിക്ക് ഐ. അവരെ എന്ന് പറയുമ്പോൾ ദം. ഇഷ്ടമാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലൈക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സബ്ജക്റ്റായ എനിക്ക് ആദ്യം വന്നു, ഒബ്ജക്റ്റായ അവരെ രണ്ടാമത് വന്നു, പ്രവൃത്തി ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ വെർബ് അത് അവസാനം വന്നു. ഇംഗ്ലീഷിൽ വരുമ്പോൾ ഈ വേർഡ് ഓർഡർ ഒന്ന് മാറും. ഇംഗ്ലീഷിൽ വരുമ്പോൾ സബ്ജക്റ്റ് ആദ്യം തന്നെ വരും, അതിനുശേഷം വരിക വെർബാണ്. ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ വെർബ് ലൈക്ക്, അതാണ് സബ്ജക്റ്റിന് ശേഷം വരിക, അതിനുശേഷമാണ് ഒബ്ജക്റ്റ് വരിക. അപ്പം നമ്മളിതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക? ഐ ലൈക്ക് ദം. എനിക്ക് അവരെ ഇഷ്ടമാണ്. ആദ്യം ഐ വന്നു, അതിനുശേഷം വെർബ് വന്നു, അതിനുശേഷം ഒബ്ജക്റ്റായ ദം വന്നു. ദേ എന്നല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്രൊനൗണിന്റെ ഒബ്ജക്റ്റ് ഫോമാണ് ദം, അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് എന്നെയും ഇഷ്ടമാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവർക്ക് ദേ. ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ലൈക്ക്. ദേ ലൈക്ക് എന്നെ, മീ. ദേ ലൈക്ക് മീ. ദേ ലൈക്ക് മീ എന്ന് പറയുമ്പോൾ അർത്ഥം അവർക്ക് എന്നെ ഇഷ്ടമാണ്. അവർക്ക് എന്നെയും ഇഷ്ടമാണെന്ന് പറയാൻ നമ്മൾ അതിനുശേഷം ടു എന്ന് പറയുന്ന ഒരു അഡ്വർബ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ദേ ലൈക്ക് മീ ടു. മീ ടു എന്ന് പറയുമ്പോൾ എന്നെയും എന്നർത്ഥമാണ് കിട്ടുന്നത്. ഇന്നലെ ഞാൻ അവളെ കണ്ടു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഞാൻ അവളെ ഇന്നലെ കണ്ടു എന്ന് പറയാം. ഇനി ഇതിനെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? ഇന്നലെ എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ, ഞാൻ ഐ, അവളെ ഹെർ, കണ്ടു സോ. അപ്പൊ ഈ വേർഡ്സ് എങ്ങനെ ഏത് ഓർഡറിലാണ് വെക്കേണ്ടത്? യെസ്റ്റർഡേ ഐ, പിന്നെ വേണ്ടത് വെർബാണ് സോ ഹെർ. യെസ്റ്റർഡേ ഐ സോ ഹെർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ സോ ഹെർ യെസ്റ്റർഡേ എന്നും പറയാം. ഇപ്പൊ ഇവിടെ യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഒരു അഡ്വർബാണ്, സമയം സൂചിപ്പിക്കുന്ന അഡ്വർബാണ്. സമയം സൂചിപ്പിക്കുന്ന അഡ്വർബ്സിനെ നമുക്ക് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ എൻഡിങ്ങിൽ ഉപയോഗിക്കാം. അതായത് ഇവിടെ നമുക്ക് യെസ്റ്റർഡേ വെച്ച് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ യെസ്റ്റർഡേ ഈ സെന്റൻസിൽ അവസാനവും ഉപയോഗിക്കാം. ഐ സോ ഹെർ യെസ്റ്റർഡേ എന്നും പറയാം, യെസ്റ്റർഡേ ഐ സോ ഹെർ എന്നും പറയാം. അവൾ ധാരാളം മിഠായി കഴിക്കും. മിഠായി കഴിക്കാറുണ്ട് എന്നർത്ഥം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റും? അവൾ ഷീ. ധാരാളം മിഠായി എന്ന് പറയുമ്പോൾ എ ലോട്ട് ഓഫ് ക്യാൻഡീസ്. എ ലോട്ട് ഓഫ് ക്യാൻഡീസ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ക്യാൻഡീസ് എന്നും പറയാം. കഴിക്കും, ഈറ്റ്. അപ്പൊ ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഷീ, അതിനുശേഷം വേണ്ടത് വെർബാണ് അല്ലെ? ഷീ ഈറ്റ്സ് എ ലോട്ട് ഓഫ് ക്യാൻഡീസ്. അപ്പൊ ഇവിടെ ഈറ്റ് എന്ന് പറയുന്ന ആ വെർബിന്റെ കൂടെ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താ? അതിന്റെ കാരണം ഇവിടെ സബ്ജക്റ്റ് ഷീ എന്ന് പറയുന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത്, സിംഗുലർ നൗണോ സിംഗുലർ പ്രൊനൗണോ ആവുന്ന സമയത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. സബ്ജക്റ്റ് പ്ലൂറൽ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ എസ് ആഡ് ചെയ്യില്ല. ഇപ്പൊ ഇവിടെ അവൾ ധാരാളം മിഠായി കഴിക്കും എന്ന് പറയുന്നത് അവളുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇതിനെ ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമാണ് ഇങ്ങനെ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നത്. അവൾ എന്നതിന് പകരം അവർ എന്നായിരുന്നു സബ്ജക്റ്റ് എങ്കിലും അപ്പൊ നമ്മൾ പറയാ ദേ ഈറ്റ് എ ലോട്ട് ഓഫ് ക്യാൻഡീസ് എന്നാണ്. അവിടെ സബ്ജക്റ്റ് ദേ എന്ന് പറയുന്ന പ്ലൂറൽ പ്രൊനൗൺ ആയത് കാരണം നമ്മൾ ഈറ്റ് എന്ന് പറയുന്ന ആ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നില്ല. എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് എന്ന് പറയുമ്പോൾ ഐ. മൃഗങ്ങൾ ആനിമൽസ്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മൃഗങ്ങളെ എന്ന് പറയാൻ ഇംഗ്ലീഷിൽ പ്രത്യേക ഫോംസ് ഒന്നുമില്ല. നൗൺസിന് ഇംഗ്ലീഷിൽ സബ്ജക്ട് ഫോമും ഒബ്ജക്ട് ഫോമും എല്ലാം ഒന്ന് തന്നെയാണ്. ഇഷ്ടമാണ് ലൈക്ക്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക ഐ ലൈക്ക് അനിമൽസ് എന്നാണ്. സബ്ജക്റ്റ് ആദ്യം വന്നു, അതിനുശേഷം വെർബ് വന്നു, അതിനുശേഷം ഒബ്ജക്റ്റ് വന്നു. ഇവിടെ നമ്മൾ ലൈക്കിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടില്ല, കാരണം സബ്ജക്റ്റ് ഐ ആണ്. ഐ എന്ന പ്രൊനൗൺ സിംഗുലർ ആണ്, പക്ഷെ അത് മറ്റ് സിംഗുലർ പ്രൊനൗൺസിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഐയുടെ കൂടെയോ യുവിന്റെ കൂടെയോ നമ്മൾ എസ് ആഡ് ചെയ്യുന്നില്ല സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. യു സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം, ഏത് ഫോമിലായാലും നമ്മൾ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നില്ല. ഐ ലൈക്ക് അനിമൽസ്, അതുപോലെ തന്നെ നമ്മൾ പറയാ യു ലൈക്ക് അനിമൽസ് എന്നാണ്. യു ലൈക്സ് എന്ന് പറയുന്നില്ല, പക്ഷേ
സബ്ജക്റ്റ് ഹിയോ ഷീയോ ആയിരുന്നെങ്കിൽ നമ്മളവിടെ ലൈക്ക് എന്ന വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യുമായിരുന്നു. ഹി ലൈക്സ് അനിമൽസ്, ഷീ ലൈക്സ് അനിമൽസ്, അങ്ങനെയാണ് പറയാം. രാജു ലൈക്സ് അനിമൽസ്, രാധ ലൈക്സ് അനിമൽസ്. പക്ഷെ സബ്ജക്റ്റ് വി എന്ന് പറയുന്ന പ്ലൂറൽ പ്രൊനൗൺ ആയിരുന്നെങ്കിലോ അപ്പോൾ നമ്മൾ എന്താ പറയാ? വി ലൈക്ക് അനിമൽസ് എന്ന് പറയും. അതിന്റെ കൂടെ നമ്മൾ ആ സമയത്ത് എസ് ആഡ് ചെയ്യുന്നില്ല. എനിക്ക് മൃഗങ്ങളെ വളരെ ഇഷ്ടമാണ്. അപ്പൊ നമുക്കിവിടെ വളരെ എന്ന് പറയുന്ന ആ മീനിങ് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? നമുക്ക് എ ലോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് റിയലി എന്ന് പറയുന്ന അഡ്വർബ് ഉപയോഗിക്കാം. രണ്ടിന്റെയും പൊസിഷൻ ഒന്നല്ല, രണ്ടും സെന്റൻസിൽ വരുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. നമുക്ക് ഇങ്ങനെ പറയാം, ഐ ലൈക്ക് അനിമൽസ് എ ലോട്ട് എന്ന് പറയാം. ഇവിടെ എ ലോട്ട് എന്ന് പറയുന്ന ആ ഫ്രേസ് അതൊരു അഡ്വർബ് ഫ്രേസ് ആണ്. അത് ഒബ്ജക്റ്റിന് ശേഷമാണ് വരുന്നത്. ഇംഗ്ലീഷിൽ ഒരിക്കലും വെർബിനും അതിന്റെ ഒബ്ജക്റ്റിനും ഇടയിൽ അഡ്വർബ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് നമുക്കിപ്പോൾ ഐ ലൈക്ക് എ ലോട്ട് അനിമൽസ് എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് ആ അഡ്വർബിനെ ഒന്നുകിൽ വെർബിന് മുന്നിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷമേ അത് ഉപയോഗിക്കാൻ സാധിക്കൂ. നമുക്കിതിനെ ഇങ്ങനെയും പറയാം, ഐ റിയലി ലൈക്ക് അനിമൽസ്, എനിക്ക് ശരിക്കും മൃഗങ്ങളെ ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ റിയലി എന്ന് പറയുന്ന ആ അഡ്വർബ് ലൈക്ക് എന്ന് പറയുന്ന ആ വെർബിന് മുന്നിൽ വന്നു. LY അഡ്വർബ്സ് പൊതുവെ ഇങ്ങനെ വെർബിന്റെ മുന്നിലാണ് വരാറ്. അഡ്വർബ്സിന്റെ തന്നെ ഒരു പ്രത്യേകത അതിന് സെന്റൻസിൽ ഫിക്സ്ഡ് ആയ ഒരു പൊസിഷൻ ഇല്ല എന്നുള്ളതാണ്. ചില അഡ്വർബ്സ് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ചിലത് എൻഡിങ്ങിലായിരിക്കും വരുന്നത്, ചിലത് വെർബിന് മുന്നിലായിരിക്കും വരുന്നത്. അപ്പൊ കോമൺ ആയ അഡ്വർബ്സ് എവിടെയെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് അറിഞ്ഞിരിക്കണം. അവൾക്ക് കള്ളം പറയുന്നവരെ ഇഷ്ടമല്ല. കള്ളം പറയുന്നവർ എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ലയേഴ്സ്. കള്ളം പറയുക എന്നതിന് ലൈ എന്ന് പറയും, LIE. കള്ളം പറയുന്നവരെ ലയേഴ്സ് എന്ന് പറയും, LIARS. അവൾക്ക് ഇഷ്ടമല്ല എന്നത് നമ്മൾ ഡിസ്ലൈക്ക് എന്ന് പറയും. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് അവൾ ആണ്, ഷീ ആണ്. ഷീ ഡിസ്ലൈക്സ് ലയേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ആ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തു. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ എന്ന് പറയുന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഹേറ്റ് എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കാം. പക്ഷെ ഹേറ്റ് എന്ന് പറയുമ്പോൾ വെറുപ്പാണ് എന്നൊരു മീനിങ് ആയി. ഹേറ്റ് കുറച്ചുകൂടി ഡിസ്ലൈക്കിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയ ഒരു വേർഡാണ്. നമുക്ക് ഇങ്ങനെയും പറയാം, ഷീ ഹേറ്റ്സ് ലയേഴ്സ്. അപ്പോഴും നമ്മൾ ഹേറ്റ് എന്ന് പറയുന്ന ആ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഷീ ഹേറ്റ്സ് ലയേഴ്സ്. എനിക്ക് നിന്റെ ലെറ്റർ ഇന്നലെ കിട്ടി. ഇതിനെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറ്റും? എനിക്ക് ഐ. നിന്റെ ലെറ്റർ എന്ന് പറയുമ്പോൾ യുവർ ലെറ്റർ. നിന്റെ എന്ന മീനിങ്ങിൽ നമ്മൾ യുവർ എന്ന് ഉപയോഗിച്ചു. ഇന്നലെ യെസ്റ്റർഡേ, കിട്ടി റിസീവ്ഡ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വെർബാണ് സബ്ജക്റ്റിന് ശേഷം വരേണ്ടത് അല്ലേ? ഐ റിസീവ്ഡ് നിന്റെ ലെറ്റർ. പിന്നെ വരുന്നത് ഒബ്ജക്റ്റ് യുവർ ലെറ്റർ. ഐ റിസീവ്ഡ് യുവർ ലെറ്റർ. പിന്നെ സമയമാണ് പറയുന്നത്, എപ്പോൾ കിട്ടി? ഇന്നലെ. ഐ റിസീവ്ഡ് യുവർ ലെറ്റർ യെസ്റ്റർഡേ. അല്ലെങ്കിൽ നമുക്ക് യെസ്റ്റർഡേ ഐ റിസീവ്ഡ് യുവർ ലെറ്റർ എന്നും പറയാം. സമയം സൂചിപ്പിക്കുന്ന അഡ്വേർബ്സ് യെസ്റ്റർഡേ, ടുമോറോ, ടുഡേ ഇതിനെയെല്ലാം നമുക്ക് സെന്റൻസിന്റെ ആദ്യം അല്ലെങ്കിൽ അവസാനം ഉപയോഗിക്കാവുന്നതാണ്. ഐ റിസീവ്ഡ് യുവർ ലെറ്റർ യെസ്റ്റർഡേ. അവൾ കവിതകൾ എഴുതും. അവൾ ഷീ. കവിതകൾ പോയംസ്. പോയം എന്ന സിംഗുലർ നൗണിന്റെ പ്ലൂറൽ ഫോംസ് ആണ് പോയംസ്. കവിത എന്ന് പറയുമ്പോൾ പോയം. എഴുതും റൈറ്റ്. അപ്പോൾ അവൾ കവിതകൾ എഴുതും എന്ന് പറയുമ്പോൾ ഇത് ഫ്യൂച്ചർ ടെൻസിലല്ല വരുന്നത് കേട്ടോ. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഈ സെന്റൻസിന് അർത്ഥം അവൾ കവിതകൾ എഴുതാറുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അവൾ മിഠായി കഴിക്കും എന്ന് പറഞ്ഞ പോലെ മിഠായി കഴിക്കും എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവൾ മിഠായി കഴിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ ഷീ ഈറ്റ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഷീ എന്ന് പറയുന്ന സിംഗുലർ പ്രൊനൗൺ ആയത് കാരണം നമ്മൾ ആ റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യും. ഷീ റൈറ്റ്സ് പോയംസ്. അവൾ കവിതകൾ എഴുതും. ഷീ റൈറ്റ്സ് പോയംസ്. ഞാൻ സാധാരണ ചായയാണ് കുടിക്കാറ്. ഇത് എൻ്റെ ഒരു ഹാബിറ്റാണ്. ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹാബിറ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സാധാരണ എന്ന് പറയുമ്പോൾ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർബ് യൂഷ്വലി ആണ്. ഐ ഞാൻ ഐ. സാധാരണ യൂഷ്വലി. കുടിക്കുക എന്ന് പറയുമ്പോൾ ഡ്രിങ്ക്. ഐ യൂഷ്വലി ഡ്രിങ്ക് ചായ ടീ. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. അപ്പോൾ ഇവിടെ യൂഷ്വലി എന്ന് പറയുന്ന ആ അഡ്വർബ് വന്നിരിക്കുന്നത് ഡ്രിങ്ക് എന്ന് പറയുന്ന ആ വെർബിന് മുന്നിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ LY അഡ്വർബ്സ് പൊതുവെ ഇങ്ങനെ വെർബിന് മുന്നിലായിട്ടാണ് സാധാരണഗതിയിൽ വരാറ്. നമുക്കൊരിക്കലും ഒരു അഡ്വർബിനെ അതിൻ്റെ വെർബിനും ഒബ്ജക്റ്റിനും ഇടയിൽ വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഐ ഡ്രിങ്ക് യൂഷ്വലി ടീ എന്ന് പറയാൻ സാധിക്കില്ല. ഐ ഡ്രിങ്ക് ടീ യൂഷ്വലി എന്നും നമ്മൾ സാധാരണഗതിയിൽ പറയില്ല. ഇത് യൂഷ്വലി, ഫ്രീക്വൻ്റ്ലി, സംടൈംസ് ഇതെല്ലാം
ഫ്രീക്വൻസി അഡ്വേർബ്സ് ആണ്. അതായത് എപ്പോഴെല്ലാം ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വേർഡ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി, ഫ്രീക്വന്റ്ലി, റയർലി, ഓഫൺ, ഒക്കേഷണലി, സംടൈംസ്. ഇതുപോലത്തെ ഫ്രീക്വൻസി അഡ്വേർബ്സ് സാധാരണഗതിയിൽ വെർബിന് മുന്നിലാണ് പോവുക. എൽവൈ അഡ്വേർബ്സും സാധാരണഗതിയിൽ വെർബിന് മുന്നിലാണ് പോവുക. പല ഫ്രീക്വൻസി അഡ്വേർബ്സും എൽവൈ അഡ്വേർബ്സ് കൂടിയാണ്. അതായത് പല ഫ്രീക്വൻസി അഡ്വേർബ്സും അവസാനിക്കുന്നത് എൽവൈയിലാണ്. പക്ഷെ എൽവൈയിൽ അവസാനിക്കുന്ന എല്ലാ അഡ്വേർബ്സും ഫ്രീക്വൻസി അഡ്വേർബ്സ് അല്ല. എൽവൈയിൽ അവസാനിക്കുന്ന ഒട്ടുമിക്ക അഡ്വേർബ്സും മാനർ അഡ്വേർബ്സ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ അതിനെ എൽവൈയിൽ അവസാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിന്റെ പൊസിഷൻ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. ഇതൊരു ഫ്രീക്വൻസി അഡ്വേർബാണ്. അതായത് ഒരു പ്രവൃത്തി എപ്പോഴെല്ലാം സംഭവിക്കുന്നു, എത്ര പ്രാവശ്യം സംഭവിക്കുന്നു, ഇതെല്ലാം സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ് നമ്മൾ ഫ്രീക്വൻസി അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി, റയർലി, ഒക്കേഷണലി, സംടൈംസ് ഇതെല്ലാം ഫ്രീക്വൻസി അഡ്വേർബ്സ് ആണ്. ഇത്തരം അഡ്വേർബ്സിനെ നമ്മൾ സാധാരണഗതിയിൽ വെർബിന് മുന്നിലാണ് ഉപയോഗിക്കുക. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. ഞാൻ സാധാരണ ചായയാണ് കുടിക്കാറ്. ഇന്ന് ഞാൻ കാപ്പിയാണ് കുടിച്ചത്. ഇന്ന്, ടുഡേ. ഞാൻ, ഐ. കാപ്പി, കോഫി. കുടിക്കുക, ഡ്രിങ്ക്. ഇന്ന് കുടിച്ചത് എന്നാണ് പറയുന്നത്. സാധാരണ കുടിക്കാറ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഹാബിറ്റ് ആയത് കാരണം നമ്മൾ അവിടെ അതിനെ ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിച്ചത്. ഇവിടെ ഇത് കഴിഞ്ഞു പോയൊരു പ്രവൃത്തിയാണ്. അതായത് ഇന്ന് കുടിച്ചു കഴിഞ്ഞു, ഇന്ന് ഞാൻ കാപ്പി കുടിച്ചു. ഇത് പാസ്റ്റിലാണ് അല്ലെ, ഇവിടെ ആക്ഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല, മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ടുഡേ ഐ ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഡ്രാങ്ക് ആണ്. ടുഡേ ഐ ഡ്രാങ്ക് കോഫി. ഇന്ന് ഞാൻ കാപ്പിയാണ് കുടിച്ചത്. ടുഡേ ഐ ഡ്രാങ്ക് കോഫി. എനിക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. അപ്പൊ ഇവിടെയും ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, നടന്നു കഴിഞ്ഞിരിക്കുന്നു ആ സംഭവം. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ് നമുക്ക് വേണ്ടത്. എനിക്ക്, ഐ. ലഭിച്ചു അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വിൻ ആണ്. വിൻ എന്ന് പറയുന്ന ആ വെർബിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് വൺ ആണ്. WON. ഐ വൺ ദ ഫസ്റ്റ് പ്രൈസ്. എനിക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. ഇവിടെ ഇപ്പൊ ഫസ്റ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പ്രൈസ് ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ ദ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒരു പ്രൈസ് കിട്ടിയെന്നാണ് പറയുന്നതെങ്കിലോ അപ്പൊ ഞാൻ എന്താ പറയാ? ഐ വൺ എ പ്രൈസ് എന്നാണ് പറയാ. ഐ വൺ ദ പ്രൈസ് എന്നല്ല പറയാ. ദ പ്രൈസ് എന്ന് പറയുമ്പോൾ ആ ഉള്ള സമ്മാനം അത് എനിക്ക് കിട്ടിയെന്നാണ്. ആകെ ഉണ്ടായിരുന്നത് എന്തോ അത് എനിക്ക് കിട്ടിയെന്നാണ്. പക്ഷെ ഐ വൺ എ പ്രൈസ് എന്ന് പറയുമ്പോൾ പല സമ്മാനങ്ങളിൽ ഒന്ന് എനിക്ക് കിട്ടിയെന്നാണ്. എനിക്ക് ഒരു സമ്മാനം ലഭിച്ചു എന്നാണ് ഐ വൺ എ പ്രൈസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം. ആർട്ടിക്കിൾസിനെ കുറിച്ചുള്ള നമ്മളുടെ ലെസണിൽ ഇതെല്ലാം വളരെ ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കൂ. അവൻ എപ്പോഴും ജയിക്കും. അപ്പൊ ഇത് നമ്മൾ അവനാണ് എപ്പോഴും ജയിക്കാറ് എന്നർത്ഥം. ഇത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമല്ല, സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ എപ്പോൾ കളിക്കുകയാണെങ്കിലും അവൻ ജയിക്കും. ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എപ്പോഴും അതെങ്ങനെയാ നമ്മൾ പറയാ? അതിന് നമ്മൾ ഉപയോഗിക്കുക ഓൾവേസ് എന്ന് പറയുന്ന അഡ്വർബാണ്. അതും ഒരു ഫ്രീക്വൻസി അഡ്വർബാണ്. എപ്പോഴെല്ലാം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും, എല്ലായ്പ്പോഴും. അവൻ എപ്പോഴും ജയിക്കും. അവൻ എന്ന് പറയുമ്പോൾ ഹി. എപ്പോഴും ഓൾവേസ്. ഹി ഓൾവേസ്. പിന്നെ ജയിക്കും, വിൻസ്. ഇവിടെയും തന്നെ ഓൾവേസ് എന്ന് പറയുന്ന ആ ഫ്രീക്വൻസി അഡ്വർബ് വിൻസ് എന്ന് പറയുന്ന വെർബിന് മുന്നിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹി ഓൾവേസ് വിൻസ്. അവൻ എപ്പോഴും ജയിക്കും. അവൾ എന്നോട് ഒരു കഥ പറഞ്ഞു. അപ്പൊ ഈ സെന്റൻസ് ഒന്ന് നോക്കൂ. ഇവിടുത്തെ സബ്ജക്റ്റ് അവൾ ആണ്, ഒബ്ജക്റ്റ് എന്നോട്. ഒരു കഥ എന്താണ്? അതും ഒബ്ജക്റ്റ് ആണ്. വെർബ് എന്താണ്? പറഞ്ഞു. അപ്പൊ ഈ സെന്റൻസിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഒരു സെന്റൻസിനകത്ത് ഒബ്ജക്റ്റ് ഏതാണ് എന്ന് ഇങ്ങനെ തിരിച്ചറിയും. അതിനൊരു എളുപ്പ വഴിയുണ്ട്. വെർബിനോട് നമ്മൾ വെർബിന് ശേഷം ആരോട്, ആരെ അല്ലെങ്കിൽ എന്തിനെ, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തോ അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്, ക്രിയ എന്ന് പറയുന്നത് പറഞ്ഞു ആണ്. പറഞ്ഞു എന്നതിന് ശേഷം ആരോട് എന്ന് ചോദിച്ചു നോക്കൂ. അതിന്റെ ഉത്തരം എന്താ? എന്നോട്. അപ്പൊ ഞാനിവിടെ ഒബ്ജക്റ്റ് ആണ്. എന്ത് പറഞ്ഞത് എന്താണ്? ഒരു കഥ. അപ്പോൾ ഒരു കഥ എന്ന് പറയുന്നതും ഇവിടെ ഒബ്ജക്റ്റ് ആണ്. അതായത് ഈ സെന്റൻസിനകത്ത് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഇങ്ങനെ രണ്ട് ഒബ്ജക്ട്സ് വരുന്ന സാഹചര്യങ്ങളിൽ അതിന് ഒന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നും പറയും, മറ്റത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് സാധാരണഗതിയിൽ ഒരു വ്യക്തിയായിരിക്കും, ഒരു ആളായിരിക്കും. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇവിടെ കഥയാണ്, അത് ഏതെങ്കിലും വസ്തുക്കളാവാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് യൂഷ്വലി ഒരു വ്യക്തിയാവാനാണ് സാധ്യത. അത് മാത്രമല്ല വെർബിന് ശേഷം ആദ്യം വരുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും, അതിനുശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരിക. അപ്പൊ ഇവിടെ അവൾ എന്ന് പറയുമ്പോൾ ഷീ. പറഞ്ഞു അല്ലെ, ടോൾഡ്. പറയുക എന്ന് പറയുമ്പോൾ ടെൽ. അതിന്റെ പാസ്റ്റ് ഫോം ആണ്, പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ടോൾഡ്. ഷീ ടോൾഡ്. പിന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? എന്നോട്, മീ. എന്താ പറഞ്ഞത്? ഒരു കഥ, എ സ്റ്റോറി. ഷീ ടോൾഡ് മീ എ സ്റ്റോറി. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്. വെർബ്
ടോൾഡ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മീ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എ സ്റ്റോറി ആണ്. ഇങ്ങനെ ഒരു വെർബിന് രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സാഹചര്യങ്ങളിൽ യൂഷ്വലി നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വെർബിന് ശേഷം വെക്കുക. അതിനുശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വെക്കുക. ഇനി നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുന്നിൽ വെക്കണമെങ്കിൽ അത് സാധ്യമാണ്. പക്ഷെ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ടു അല്ലെങ്കിൽ ഫോർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, ഷീ ടോൾഡ് എ സ്റ്റോറി ടു മീ എന്ന് പറയാം. ഞാൻ അവന് ഒരു ബുക്ക് കൊടുത്തു. ഇവിടെ സബ്ജക്റ്റ് ഞാൻ ആണ്, ഒബ്ജക്റ്റ് അവന്, പിന്നെ ബുക്ക് എന്താണ്, അതും ഒബ്ജക്റ്റ് തന്നെയാണ്. കൊടുത്തു വെർബ് ഗേവ്. അപ്പൊ ഇവിടെ ഈ ഗേവ് എന്ന് പറയുന്ന ഈ വെർബിന് ഈ സെന്റൻസിലും രണ്ട് ഒബ്ജക്ട്സ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും ഒരു വ്യക്തി ആവാനാണ് സാധ്യത. അപ്പൊ ഇവിടെ അവനാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. മറ്റേ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? അതൊരു വസ്തുവാണ്, ബുക്ക്. അപ്പൊ നമ്മൾ ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ പറയും? ഞാൻ, ഐ, കൊടുത്തു, ഗേവ്. ഗീവ് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ഗേവ്. ഐ ഗേവ്. ആർക്കാ കൊടുത്തത്? അവന്. ഐ ഗേവ് ഹിം. എന്താ കൊടുത്തേ? ഒരു ബുക്ക്. ഐ ഗേവ് ഹിം എ ബുക്ക്. അപ്പൊ ഇവിടെ ഗേവ് എന്ന് പറയുന്ന വെർബിന് ശേഷം നമ്മൾ ഹിം എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചു. അതിനുശേഷം എ ബുക്ക് എന്ന് പറയുന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചു. ഇനി നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുന്നിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഐ ഗേവ് എ ബുക്ക് ടു ഹിം. ഞാൻ അവന് ഒരു പുസ്തകം നൽകി. അപ്പൊ ഇവിടെ ടു എന്ന് പറയുന്ന ആ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഫോട്ടോസ് അവൾക്ക് അയച്ചു കൊടുത്തു. ഞാൻ എന്ന് പറയുമ്പോൾ ഐ, അവൾക്ക് ഹെർ, അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ സെൻഡ്, കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ സെൻഡ് എന്ന് പറയുന്ന SENT, ആ വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം എന്ന് പറയുന്ന സെൻഡ് ആണ്, SENT. അപ്പൊ നമ്മളത് ഇങ്ങനെയാണ് പറയുക, ഐ പിന്നെ വെർബ് സെൻഡ് അവൾക്ക്. ഐ സെൻഡ് ഹെർ ദ ഫോട്ടോസ്. ഞാൻ അവൾക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പൊ ഏതെങ്കിലും പ്രത്യേക ഫോട്ടോസിനെ കുറിച്ചായിരിക്കുമല്ലോ നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ദ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഐ സെൻഡ് ഹെർ ദ ഫോട്ടോസ്. ഇനി നമുക്ക് ഫോട്ടോസിനെ ഹെർ എന്ന് പറയുന്ന ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് അത് പറയാം, ഐ സെൻഡ് ദ ഫോട്ടോസ് ടു ഹെർ. ഞാൻ അവൾക്ക്, അവൾക്ക് എന്ന മീനിങ്ങിൽ നമ്മൾ ടു ഹെർ എന്നാണ് പറയുന്നത്. ഞാൻ അവന് കുറച്ച് പണം കടം നൽകി. ഞാൻ ഐ, അവന് ഹിം, കുറച്ച് പണം സം മണി. കടം നൽകുക എന്ന് പറയുമ്പോൾ ലെൻഡ്, LEND. അതാണ് അതിന്റെ പ്രസന്റ് സിമ്പിൾ ഫോം. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം LENT ആണ്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക, ഐ ലെൻഡ്, LENT. ഐ ലെൻഡ് അവന് ഹിം സം മണി. ഐ ലെൻഡ് ഹിം സം മണി. അപ്പൊ ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് സം മണി എന്ന് പറയുന്ന ആ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുന്നിൽ വന്നു. ഞാൻ നിനക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തരാം. ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മേക്ക് ടീ. കുറച്ച് ചായ എന്ന് പറയുമ്പോൾ സം ടീ. ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ അതൊരു ഓഫറാണ്. ഓഫർ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്, അതായത് വിൽ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മളിവിടെ ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വിൽ മേക്ക് ടീ എന്നാണ്. ഐ വിൽ മേക്ക്. നിനക്ക് എന്നുള്ള ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇവിടെ ആദ്യം വരണം. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ഇവിടുത്തെ ടീ അല്ലെ. അപ്പൊ അത് ഇങ്ങനെയാണ് നമ്മൾ പറയാ, ഐ വിൽ മേക്ക് യു സം ടീ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാൻ നിന്നെ കുറച്ച് ടീ ആക്കാം എന്നല്ല ആ സെന്റൻസിന്റെ അർത്ഥം. ഇവിടെ യു എന്ന് പറയുന്ന ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മേക്ക് എന്ന് പറയുന്ന ആ വെർബിന് ശേഷം വന്നു, അത്രേ ഉള്ളൂ. ഐ വിൽ മേക്ക് സം ടീ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കാം എന്നാണ്. ഞാൻ നിനക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തരാം എന്ന ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഐ വിൽ മേക്ക് യു സം ടീ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിന് ഇങ്ങനെയും പറയാം, ഐ വിൽ മേക്ക് സം ടീ ഫോർ യു. അപ്പൊ ഇവിടെ നമ്മൾ ഫോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം ഞാൻ നിനക്ക് വേണ്ടി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചായ ഉണ്ടാക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയാണല്ലോ അല്ലെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ഉപയോഗിക്കുന്നത്. ടൂവും ഫോറും പലർക്കും ഇങ്ങനെ കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് നമ്മളിവിടെ ഫോർ യു എന്നാണ് പറയുന്നത്. ഐ വിൽ മേക്ക് സം ടീ ടു യു എന്നല്ല പറയുക, ഐ വിൽ മേക്ക് സം ടീ ഫോർ യു എന്നാണ്. നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കി തരാം. ഞാൻ അവൾക്ക് ഭംഗിയുള്ള ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. ഞാൻ എന്ന് പറയുമ്പോൾ ഐ, അവൾക്ക് ഹെർ. ഭംഗിയുള്ള ഉടുപ്പ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ ഫ്രോക്ക്. വാങ്ങിക്കൊടുത്തു, വാങ്ങുക എന്ന് പറയുമ്പോൾ ബൈ. വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ബോട്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയുക, ഐ ബോട്ട്, അതിനുശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയ ഹെർ വരും. ഐ ബോട്ട് ഹെർ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയ ബ്യൂട്ടിഫുൾ ഫ്രോക്കിന് ശേഷം വെക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഐ ബോട്ട് എ ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ഫോർ ഹെർ. അവൾക്ക് വേണ്ടിയാണ് വാങ്ങിക്കുന്നത് അല്ലെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ഹെർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വെർബ് ഗീവ് ആയിരുന്നെങ്കിൽ നമ്മൾ ടു ആണ് ഉപയോഗിക്കുക. ഐ ഗേവ് എ ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ടു ഹെർ എന്നാണ് പറയുക. ഞാൻ ഗേവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്, ഫോർ അല്ല. ഐ ഗേവ് എ ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ടു ഹെർ. ഞാൻ അവൾക്ക് ഒരു നല്ല ഫ്രോക്ക് നൽകി. ആ ഫയൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഈ സെന്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അടുത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്താണ്? ഫയലാണ് അല്ലെ. അപ്പൊ ഇവിടെ ഫയൽ എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് അല്ല, ഇവിടെ അത് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്, അതായത് അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ആക്ഷൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ആരാണ്?
അത് ഈ സെന്റൻസ് കേൾക്കുന്നതാരോ അവരാണ്. ഇപ്പൊ ഞാനിത് പറയണം, ആ ഫയൽ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ഞാൻ പറയുമ്പോൾ അത് നിങ്ങളോടാണ് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇത്തരം സെന്റൻസസിന്, അതായത് ഇങ്ങനെ സബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസസിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാം ഇംപറേറ്റീവ് സെന്റൻസസ് എന്നാണ്. ഇംപറേറ്റീവ് സെന്റൻസസിന്റെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും യു ആയിരിക്കും, പക്ഷെ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ല. ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഡർ ആയിരിക്കാം, റിക്വസ്റ്റ് ആയിരിക്കാം, അതൊരു അപേക്ഷയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആയിരിക്കാം, അങ്ങനെ എന്തോ ആയിരിക്കാം. അത്തരം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഇതുപോലത്തെ ഇംപറേറ്റീവ് സെന്റൻസസ് ഉപയോഗിക്കുന്നത്. അതിന് സബ്ജക്റ്റ് ഇല്ല എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടുത്തെ വേർഡ് ഓർഡർ ഇങ്ങനെയാണ്. അപ്പൊ അപേക്ഷയോ റിക്വസ്റ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ പ്ലീസ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പ്ലീസ് അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ബ്രിങ്. പ്ലീസ് ബ്രിങ് എൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവരേണ്ടത് അല്ലേ. അപ്പോൾ പ്ലീസ് ബ്രിങ് മീ എന്താണ് കൊണ്ടുവരേണ്ടത്? ദാറ്റ് ഫയൽ. പ്ലീസ് ബ്രിങ് മീ ദാറ്റ് ഫയൽ എന്നാണ് പറയുന്നത്. ഇവിടെ മീ എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ബ്രിങ് എന്ന് പറയുന്ന ആ വെർബിന് ശേഷം വന്നു. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയ ഫയൽ വരുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് ശേഷമാണ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ശേഷവും വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക, പ്ലീസ് ബ്രിങ് ദാറ്റ് ഫയൽ ടു മീ. എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടു മീ ആണ്. പ്ലീസ് ബ്രിങ് ദാറ്റ് ഫയൽ ടു മീ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായ സെന്റൻസ് പാറ്റേൺസ് ആണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിച്ചത്. അതായത് ഏറ്റവും ബേസിക് ആയ സെന്റൻസ് പാറ്റേൺ, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.